2025 നീറ്റ് ആസ്പിറൻസ്. അപ്പോൾ ഓൾറെഡി നമ്മളുടെ മെഡിക്കൽ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മളുടെ മെഡിക്കൽ കൗൺസിലിംഗിന്റെ ആ ഒരു പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്കറിയാം. ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് 15% സീറ്റ് അലോട്ട്മെന്റും അതേപോലെ ബാക്കി 85% സ്റ്റേറ്റ് വൈസ് ഉള്ള കോട്ട ഡിസ്ട്രിബ്യൂഷൻ വഴിയാണ് നമ്മളുടെ അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് റൗണ്ട് ഓഫ് അലോട്ട്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ കാര്യം നിങ്ങൾക്കറിയാം. ആൻഡ് ഓൾ ഇന്ത്യ കോട്ട NCC വിഭാഗത്തിൽ 15% ഇവിടെ ഇൻക്ലൂഡ് ആയിരിക്കുന്ന കോഴ്സസ് എന്ന് പറയുന്നത് MBBS, BDS അതേപോലെ BSc നഴ്സിംഗ് ആണ്. ആൻഡ് MBBSന്റെ കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് ഏതൊക്കെ കോളേജുകളിൽ എത്ര സീറ്റുകൾ ഏതൊക്കെ കാറ്റഗറിക്കാണ് ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് റൗണ്ട് ഓഫ് അലോട്ട്മെന്റിലേക്ക് എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ MBBSന്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ഫസ്റ്റ് റൗണ്ട് ഓഫ് അലോട്ട്മെന്റ് വഴി, അതായത് MCC കൗൺസിലിംഗ് വഴി 15% ഓഫ് എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിലേക്കുമുള്ള സീറ്റ് ഓൾ ഇന്ത്യ കോട്ട ഡിസ്ട്രിബ്യൂഷൻ വഴിയാണ് ഫിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡീംഡ് മെഡിക്കൽ കോളേജസിലേക്കുള്ള 100% സീറ്റ് ഫില്ലിങ്ങും ഈ ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെന്റ് വഴിയാണ് നടക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ 100% ഓഫ് സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ എയിംസ്, ജിപ്മർ, AFMC പോലെയുള്ള കോളേജിലേക്കുള്ള അലോട്ട്മെന്റ് ഫില്ലിങ്ങും നമ്മളുടെ ഓൾ ഇന്ത്യ കോട്ട 15% സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ വഴിയാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയില് MBBSന്റെ സീറ്റുകൾ ഏതൊക്കെ കോളേജിൽ എത്ര നമ്പറിൽ ഏതൊക്കെ കാറ്റഗറിക്ക് റിസർവേഷൻ എത്ര സീറ്റുകളാണുള്ളത് എന്ന ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. BDSന്റെയും BSc നഴ്സിംഗിന്റെയും നമ്മൾ മറ്റൊരു വീഡിയോയിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. ടോട്ടൽ MBBS സീറ്റുകൾ എന്ന് പറയുന്നത് 10,943 ആണ്. അതായത് സർക്കാർ വിഭാഗത്തിൽ വരുന്ന ഡൊമിസൈൽ വിഭാഗത്തിൽ വരുന്ന ടോട്ടൽ സീറ്റുകളുടെ എണ്ണമാണ് 10,943 എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ, ഫസ്റ്റ് റൗണ്ട് ഓഫ് അലോട്ട്മെന്റിൽ നമുക്ക് അലൗഡ് ആയിട്ടുള്ള സീറ്റുകളുടെ എണ്ണമാണ്. ഡൊമിസൈൽ വിഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഏത് ഭാഗത്തും ജീവിക്കുന്ന ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, കിട്ടാൻ സാധ്യതയുള്ള കോളേജുകളുടെ എണ്ണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളുടെ ഈ ഒരു ആദ്യ റൗണ്ട് ഓഫ് അലോട്ട്മെന്റിൽ മുഴുവൻ പങ്കെടുക്കുന്ന കോളേജുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിന്റെ കേസിൽ 398 കോളേജസ് ആണ് പങ്കെടുക്കുന്നത്. 398 കോളേജസിലുമായിട്ട് നമുക്ക് 8,342 സീറ്റുകളാണുള്ളത്. ഇത് ടോട്ടൽ കോളേജസ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിന്റെ കാര്യമാണ് പറയുന്നത്. ഇതിലെ റിസർവേഷൻ വൈസ് ഉള്ള കാറ്റഗറി വൈസ് ആയിട്ടുള്ള സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഓപ്പൺ വിഭാഗത്തിൽ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 3,216 സീറ്റ്, EWS കാറ്റഗറിയിൽ 791 സീറ്റ്, OBC വിഭാഗത്തിൽ 2,138 സീറ്റ്, അതുപോലെ SC വിഭാഗത്തിൽ 1,188 സീറ്റ്, ST വിഭാഗത്തിൽ 594 സീറ്റുകൾ, ഭിന്നശേഷി വിഭാഗത്തിൽ കറക്റ്റ് ഓർഡറിൽ പറയുകയാണെങ്കിൽ 167, 42, 112, 63, 31 അങ്ങനെ മൊത്തം ഭിന്നശേഷി വിഭാഗത്തിൽ 415 സീറ്റുകളാണുള്ളത്. അപ്പം കംപ്ലീറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിലുമായിട്ട്, രാജ്യത്തെ കംപ്ലീറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിലുമായിട്ട് 398 കോളേജസ് ആണുള്ളത്. 8,342 സീറ്റുകളാണ് നമുക്ക് ഫസ്റ്റ് റൗണ്ട് ഓഫ് അലോട്ട്മെന്റിൽ അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ കേരളത്തിലെ 12 മെഡിക്കൽ കോളേജസിലുമായിട്ട് ഫസ്റ്റ് റൗണ്ട് ഓഫ് അലോട്ട്മെന്റിൽ എത്ര സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കുകയാണെങ്കിൽ 264 സീറ്റുകളാണ് 15% ഓഫ് ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെന്റ് വഴി നമുക്ക് ലഭ്യമാകുന്നത്. ഇതിൽ കറക്റ്റ് കോളേജ് വൈസ് നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ 38 സീറ്റുകൾ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 38 സീറ്റ് തന്നെ. കോട്ടയം, ട്രിവാൻഡ്രം അല്ല, ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, തൃശ്ശൂരാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. 2 തവണ TVM ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോറി. യെസ്, അപ്പം കോട്ടയം അതേപോലെ തൃശ്ശൂർ, ആലപ്പുഴ മെഡിക്കൽ കോളേജസിലായിട്ട് 26 സീറ്റുകളാണ് ഓരോന്നിലും ഉള്ളത്. അതായത് കോട്ടയം മെഡിക്കൽ കോളേജിൽ 26 സീറ്റ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ 26 സീറ്റ്, അതേപോലെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലും 26 സീറ്റ്, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അതേപോലെ കൊല്ലം മെഡിക്കൽ കോളേജിൽ 17 മെഡിക്കൽ സീറ്റുകൾ വീതം, എറണാകുളം മെഡിക്കൽ കോളേജിൽ 16 സീറ്റുകൾ, ഇടുക്കി, പാലക്കാട്, കോന്നി, കണ്ണൂർ. ഓക്കെ, ഈ 4 മെഡിക്കൽ കോളേജിലും 15 സീറ്റുകൾ വീതമാണുള്ളത്. അങ്ങനെ മുഴുവൻ കേരളത്തിലെ 264 സീറ്റുകളാണ് നമുക്ക് ഓൾ ഇന്ത്യ വിഭാഗത്തിൽ ഫസ്റ്റ് റൗണ്ട് ഓഫ് അലോട്ട്മെന്റ് കഴിയുമ്പോഴത്തേക്കും അവൈലബിൾ ആകുന്നത്. ഇനി നമ്മൾക്ക് ഈ ഒരു ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലിംഗ് വഴി 15% ഓഫ് ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലിംഗ് എന്ന് നമ്മൾ പറയുമ്പോഴും എയിംസ്, ജിപ്മർ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ 100% ഓഫ് സീറ്റ് ഫില്ലിങ്ങും ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലിംഗ് വഴി തന്നെയാണ് നടക്കുന്നത്. നമുക്ക് 20 എയിംസിലുമായിട്ട് മൊത്തത്തിൽ 2,200
250 സീറ്റുകളാണുള്ളത്. ഓക്കെ, അതിൽ ഓപ്പൺ വിഭാഗത്തിൽ 866 സീറ്റുകളാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഫസ്റ്റ് റൗണ്ട് ഓഫ് അലോട്ട്മെന്റിന്റെ കാര്യമാണ്. അതേസമയം നമ്മൾ ജിപ്മറിന്റെ കേസ് നോക്കുമ്പോഴത്തേക്കും 2 ജിപ്മറിലുമായിട്ട് ജിപ്മർ പുതുച്ചേരിയിൽ 134 സീറ്റുകൾ, കരൈക്കലില് 45 സീറ്റ്, അങ്ങനെ ടോട്ടൽ ജിപ്മർ പുതുച്ചേരിയിലും എയിംസിലുമായിട്ട് ഇത്രയധികം സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണുള്ളത്. അതേസമയം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് BHUല് 100 സീറ്റുകളും AMUല് 72 സീറ്റുകളുമാണ്. നമ്മൾ ഇതേ സമയം ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് AMUല് നമുക്ക് റിസർവേഷൻ ഇല്ല. ഓക്കെ, അൺറിസർവ്ഡ് ആയിട്ടുള്ള ഓപ്പൺ സീറ്റുകൾ മാത്രമേ നമുക്ക് AMUല് അവൈലബിൾ ആയിട്ടുള്ളൂ. ഭിന്നശേഷി വിഭാഗത്തിന് മാത്രമാണ് AMUല് ഒരു എന്തുള്ളത്, റിസർവേഷൻ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ മുഴുവൻ ഫസ്റ്റ് റൗണ്ട് ഓഫ് അലോട്ട്മെന്റിലേക്ക് മുഴുവൻ മെഡിക്കൽ കോളേജസിലേക്കും ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്കുമായിട്ട് നമുക്ക് അവൈലബിൾ ആകുന്ന സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ BDSന്റെയും BSc നഴ്സിംഗിന്റെയും കോളേജ് വൈസ് ആയിട്ടുള്ള സീറ്റ് ഡിസ്ട്രിബ്യൂഷന്റെ ഡാറ്റ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. സോ താങ്ക് യു.